ഉത്തർപ്രദേശിലെ ലക്നൌവിൽ കോൺഗ്രസ് പ്രവർത്തകൻ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് ഓഫീസിൽ നിന്നാണ് പ്രഭാത് കുമാർ പാണ്ഡെ എന്ന യുവാവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. എന്നാൽ സംഭവം കൊലപാതകമാണെന്ന് ആരോപിച്ച് അദ്ദേഹത്തിന്റെ കുടുംബം രംഗത്ത് വരികയും ചെയ്തു. ഗോമതി നഗറിലെ വാടക മുറിയിലാണ് ഇയാൾ താമസിച്ചിരുന്നത്. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ കോൺഗ്രസ് പ്രതിഷേധിക്കുന്നതിനിടെയാണ് സംഭവം നടക്കുന്നത്. പ്രഭാത് കൊല്ലപ്പെട്ടതാണെന്ന് ആരോപിച്ച് അമ്മാവൻ മനീഷ് പാണ്ഡെ ഹുസൈൻഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ബുധനാഴ്ച വൈകിട്ട് 4:15 കോൺഗ്രസ് ഓഫീസിൽ നിന്നും പ്രഭാത് അബോധാവസ്ഥയിൽ കിടക്കുന്നതായി അറിയിപ്പ് ലഭിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. അതിനുശേഷം ഞാൻ ഉടൻ തന്നെ എന്റെ ബന്ധുവായ സന്ദീപിനെ ഓഫീസിലേക്ക് അയച്ചു. അവിടെ അവൻ പ്രഭാതിനെ കാണുകയും അവന്റെ കാലുകൾ തണുത്തതായി എന്നോട് പറയുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തെ കാറിൽ സിവിൽ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ എത്തിയപ്പോഴേക്കും അവൻ മരിച്ചതായി സ്ഥിരീകരിച്ചു, മനീഷ് പറഞ്ഞു. പ്രഭാത് എങ്ങനെയാണ് കോൺഗ്രസ് ഓഫീസിലെത്തിയതെന്ന് അറിയില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ അനന്തരവന് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അയാൾക്ക് എന്തെങ്കിലും അനിഷ്ടം സംഭവിച്ചതായി തോന്നുന്നു. അവനെ കൊലപ്പെടുത്തിയതാകാമെന്നും ഞാൻ കരുതുന്നു, മനീഷ് പരാതിയിൽ പറയുന്നുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചതായും കൂടുതൽ അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. കോൺഗ്രസ് ഓഫീസിലെ പ്രകടനത്തിനിടെ പ്രതിഷേധക്കാർക്ക് നേരെ ബലപ്രയോഗം നടത്തിയിട്ടില്ലെന്ന് ലക്നൌ പോലീസ് പറയുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് യാതൊരു അഭ്യൂഹങ്ങളും പ്രചരിപ്പിക്കരുതെന്നും അവർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. പ്രഭാതിന്റെ ശരീരത്തിൽ പാടുകളൊന്നുമില്ലെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ രവീണ ത്യാഗി ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അസാമിലെ ഗുവാഹത്തിൽ പ്രതിഷേധ റാലിക്കിടെ മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകൻ മൃദുൽ ഇസ്ലാമും മരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. പോലീസിന്റെ ക്രൂരതയെ തുടർന്നാണ് പ്രവർത്തകർ കൊല്ലപ്പെട്ടതെന്ന് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നു. ഇരുവരുടെയും മരണത്തെ അപലപിച്ച കോൺഗ്രസ് നേതാക്കൾ പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് 2 പ്രവർത്തകർ മരിച്ചിരിക്കുന്നതെന്നും ഉത്തർപ്രദേശിലെയും അസാമിലെയും BJP സർക്കാരുകൾ ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഹനിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. BJP ഭരിക്കുന്ന അസാമിലും ഉത്തർപ്രദേശിലും ജനാധിപത്യവും ഭരണഘടനയും വീണ്ടും കൊല്ലം ചെയ്യപ്പെട്ടിരിക്കുന്നു. രാജ്യത്തുടനീളം കോൺഗ്രസ് പാർട്ടി ബാബാ സാഹിബിനും ഭരണഘടനയ്ക്കും പിന്തുണയുമായി സത്യാഗ്രഹം നടത്തുന്നു. ഇതിനിടയിൽ നമ്മുടെ കോൺഗ്രസിന്റെ മരണവും ഗുവാഹത്തിലെ മൃദുൽ ഇസ്ലാമും ലക്നൌവിലെ പ്രഭാത് പാണ്ഡെയും അമിതമായ പോലീസ് സേനയെ തുടർന്ന് വളരെ സങ്കടകരവും അപലപനീയവുമാണ്. കോൺഗ്രസിന്റെ സിംഹങ്ങൾ സത്യത്തിനും ഭരണഘടനയ്ക്കും വേണ്ടി പോരാടുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് പ്രവർത്തകർ മരിച്ചതെന്നും പ്രിയങ്ക ഗാന്ധി വദ്രയും എക്സിലൂടെ പറഞ്ഞുണ്ടായി. BJP സർക്കാരുകൾ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ അടിച്ചമർത്തിയ നടപടി സ്വീകരിച്ച രീതി ബ്രിട്ടീഷ് രാജാവിനെ ഓർമ്മിപ്പിക്കുന്നു. BJP പാർലമെന്റിൽ ബാബാ സാഹിബിനെ ആക്രമിക്കുന്നു. അവരുടെ ഭരണഘടന തെരുവിൽ തകർത്തു, അവർ എക്സിൽ കുറിച്ചു. നിരവധി അക്രമങ്ങളാണ് ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്.